ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ, മലയാളികളുടെ മോഹൻലാലിന്റെ, നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ 64ാം ജന്മദിനാണ് മെയ് 21 ഇന്ന്. സോ ഇന്ന് തന്നെ ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. എന്താ പറയാ, നമ്മുടെ അഭിനയ ചക്രവർത്തി, ഇന്ത്യൻ സിനിമയുടെ അഭിനയ ചക്രവർത്തി, അല്ലെങ്കിൽ മലയാളത്തിന്റെ സ്വന്തം ദ കംപ്ലീറ്റ് ആക്ടർ, എന്താണ് വിശേഷിപ്പിച്ചാൽ കുറെ കാര്യങ്ങളുണ്ട്. ദ പത്മശ്രീ ഭരത് ലഫ്റ്റനന്റ് കേണൽ വൺ ആൻഡ് ഓൺലി ദ എൽ ബ്രാൻഡ് മോഹൻലാൽ. എന്താ പറയാ, നമ്മള് കഴിഞ്ഞ ഒരു 10-40 വർഷമായിട്ട് മലയാളിയുടെ മനസ്സിൽ ഇടം കൊണ്ട് ഒരു രാജാവ്, ഈ രാജാവിനെ തളർത്താൻ പലരും നോക്കുന്നുണ്ടെങ്കിലും പക്ഷെ എന്താണ്, വൺസ് എ കിങ് ഓൾവേസ് എ കിങ് എന്ന് പറയുന്ന പോലെ മൂപ്പരുടെ ആ ഒരു സിംഹാസനവും ആ ഒരു കിരീടവും അല്ലെങ്കിൽ ആ ഒരു എംപയറർ ആയിട്ട് ആ ഒരു സിംഹാസനം അങ്ങനെ തന്നെ ഉണ്ടാവും. ആർക്കും തകർക്കാൻ പറ്റുന്ന ഒന്നല്ല. സോ എന്താ, നമ്മള് 1997 ഉസ്താദ് റിലീസ് ആവുന്ന സമയത്ത് ഞാൻ തിയേറ്ററിൽ പോയിട്ട് കണ്ടതാണ്. നമുക്കിന്ന് 6 വയസ്സ് 7 വയസ്സ്. അത് കഴിഞ്ഞ് 2000 നരസിംഹം റിലീസായ സമയത്ത് അന്നും തിയേറ്ററിൽ പോയിട്ട് കണ്ടു. പക്ഷെ നരസിംഹം റിലീസാവുന്ന സമയത്ത് ആ മനുഷ്യന്റെ ആ ഒരു സൗന്ദര്യവും അല്ലെങ്കിൽ ആ ഒരു ആക്ഷനും മീശപിരിയും മുണ്ടുടുക്കലും വാച്ചൂരിയും ചെരുപ്പൂരിയൊക്കെയുള്ള അടിയും മോഹോനെ ദിനേശ എന്ന് പറഞ്ഞ ഡയലോഗും ആ മൊത്തം സിനിമ കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ലാലേട്ടനും കൂടി നമ്മുടെ കൂടെ ഇറങ്ങി വന്നു. കഴിഞ്ഞ 24 വർഷം അല്ലെങ്കിൽ 30 വർഷം, 25-24 വർഷങ്ങളായിട്ട് ഇപ്പോഴും ലാലേട്ടന്റെ കൂടെ ഞാനുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, ലാലേട്ടന്റെ സിനിമകൾ വരുമ്പോഴും സന്തോഷിക്കുകയും ലാലേട്ടന്റെ സിനിമ ഹിറ്റാവുന്ന സമയത്ത് അതിലേറെ സന്തോഷിക്കുകയും ലാലേട്ടനെ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ ലാലേട്ടന്റെ സിനിമകൾ പരാജയപ്പെടുന്ന സമയത്ത് നമ്മളും അറിയാതെ വിഷമിച്ചു പോകുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ലാലേട്ടന്റെ ഫാൻസിൽ ഒരാളും കൂടിയാണ് ഞാൻ. സോ അതിയായ സന്തോഷം ഈ വീഡിയോ ചെയ്യുന്നതില്. സോ ഇന്ന് നമ്മൾ ലാലേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ബർത്ത്ഡേ ഒരു മാഷപ്പ് ചെറിയൊരു വീഡിയോ കാണാമെന്ന് വിചാരിച്ചു. കുറെ വീഡിയോസ് ഉണ്ട്, അതപ്പോ എല്ലാം കാണാൻ പറ്റില്ല, അതിന് കോപ്പിറൈറ്റ്സും കാര്യങ്ങളും കുറെ ഉണ്ട്. സോ ലെങ്തി വീഡിയോസ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ കണ്ട വീഡിയോസ് തന്നെ ആയിരിക്കും. ഞാൻ പെട്ടെന്ന് നോക്കുമ്പോൾ ഇതുവരെ പെട്ടെന്ന് ഇന്നലെ വരെ ഇറങ്ങിയ ഒരു വീഡിയോ ഉണ്ട്. അത് നമ്മൾ ഇപ്പോഴത്തെ ഒരു സോങ്ങുമായിട്ട് മിക്സപ്പ് ചെയ്തിട്ട് 2 മിനിറ്റുള്ള വീഡിയോ മാത്രമാണ് കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ പോയിട്ട് മാഷപ്പ് കാണാം. സോ വെൽക്കം ബാക്ക് ടു ബാൾഡാം ബിയഡ് വ്ളോഗ്സ് ആൻഡ് ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. വീഡിയോ ഏതാണെന്ന് ഞാൻ പറയുന്നില്ല. ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ ഹിയർ. ഇല്ലുമിനാറ്റി അയവാ. ഓ, പറ്റിയ പാട്ട് ലാലേട്ടന്റെ. എന്താ മോള അണ്ണാ Oh man. Oh. Oh. നമ്മളിവിടെ റോള് കളിക്കാൻ വന്നിട്ട് 10-25 കൊല്ലായി കോയ. 40 കൊല്ലായി കോയ. ഓ, സിആർ ക്രിയേഷൻ പ്രസൻസ്. അല്ല, നീ അങ്ങോട്ട് എഴുന്നേക്ക്. അതെന്തോന്ന് മര്യാദ? എല്ലാരും ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടാ പോരെ നിനക്ക്? ഒപ്പം കയറി മോഷൻസ്. ഓ എന്റെ മോനെ. ഓ ഭരതം, സോറി ഭരതല്ല. ബാബി, നീ ചെകുത്താൻ വേദമോതുന്നത് കേട്ടിട്ടുണ്ടോ? ഓ അയ്യവാ എമ്പുരാൻ. എല്ലായിടത്തും അവരുടെ പ്രസൻസ് ഉണ്ട്. ലൈക്ക് ദി ഇലുമിനാറ്റി. ഓ, ആ മുണ്ടെടുത്തുള്ള വരവെന്താ രാജകീയം. ഓ ഓ, സാറിന് ഇനി ഇവിടെ റോളൊന്നുമില്ല. എന്റെ റോൾ അത് മറ്റാർക്കും ചെയ്യാൻ പറ്റില്ല. റോസ് വരെ ഉണ്ട്. എന്താ മോനെ, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. എന്താ പറയാ, ചെറിയൊരു വീഡിയോ ആണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട. ഇലുമിനാറ്റിന്റെ സോങ് കൂടി മിക്സ് ചെയ്ത സമയത്ത് കറക്റ്റ് എന്താ ലാലേട്ടന് പറ്റിയ, ഈ സമയത്ത് ലാലേട്ടന് കൊടുക്കാൻ പറ്റുന്ന അസൽ ഒരു ട്രിബ്യൂട്ട് സാധനം. ആൻഡ് അത്രേ ഉള്ളൂ. ആൻഡ് നമുക്ക് എന്താ ലാലേട്ടന്റെ ഇനിയും നമ്മുടെ ഒരുപാട് പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്.
എനിക്കും എനിക്കൊരു ഫാൻ എന്ന നിലയിൽ അതും എനിക്കും പേഴ്സണലായിട്ട് വിഷമങ്ങളുണ്ട്. ലാലേട്ടൻ ഓരോ സിനിമ വരുന്ന സമയത്ത് നമുക്കൊരു ഒരു ടെൻഷനാണ്. അയ്യോ ഈ സിനിമേന്റെ റിവ്യൂസ് എങ്ങനെ വരും, അല്ലെങ്കിൽ നന്നായിട്ടുണ്ടാവും, അല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ ലാലേട്ടന്റെ കയ്യിൽ നിന്ന് ഒരു അടാറ് സാധനം തീപ്പൊരി ഐറ്റം തിയേറ്ററുകൾ ഇങ്ങനെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഇങ്ങനെ റെക്കോർഡുകൾ തകർത്ത് വരുന്ന ഒരു മാസ് ഐറ്റം, അല്ലെങ്കിൽ ഒരു ഐറ്റം വരാനുള്ള കാത്തിരിപ്പാണ് ലക്ഷാലം എന്നത് മൂപ്പരുടെ ഫാൻസ് എല്ലാം അത് നമുക്കറിയാം. സോ എനിക്ക് തോന്നുന്നു അത് അടുത്ത് വരും. അതിൽ ഒരു ടൈം ഉണ്ട്, എല്ലാത്തിനും ഒരു ടൈം ഉണ്ട് എന്ന് പറയുന്ന പോലെ ആ ഒരു ടൈം അടുത്ത് വരാനുണ്ട്, വരുന്നുകൊണ്ടിരിക്കുകയാണ്. അത് എന്തായാലും വരിക ചെയ്യും, അത് സംഭവിച്ചിരിക്കും. ബിക്കോസ് പേര് മോഹൻലാൽ എന്നാണ്. സോ ഒരു വെള്ളിയാഴ്ച മതി, ഒരു ഫ്രൈഡേ തിയേറ്ററിൽ ഇറങ്ങുന്ന ആ ടൈം മതി എല്ലാം മാറി മറിയാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പറയാൻ പോകുന്നത് എംപുരാന്റെ കാര്യം തന്നെയാണ്. എംപുരാനിൽ ഒരുപാട് വിശ്വാസം, ബിക്കോസ് അത് പൃഥ്വിരാജ് എന്ന ഡയറക്ട് ചെയ്യുന്ന പടമാണ്. നമുക്ക് അതിന്റെ ലൂസിഫറിന്റെ 2ാം ഭാഗമാണ്. സോ എന്തുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നെ പോലുള്ള ഫാൻസുകൾ, അല്ലെങ്കിൽ ലാലേട്ടനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇപ്പം പ്രതീക്ഷ കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റാണ് എംപുരാൻ. സോ എംപുരാന്റെ ഒരു പോസ്റ്ററും കൂടി ഇപ്പൊ ഇറക്കി വിട്ടിട്ടുണ്ട് ലാലേട്ടന്റെ ഇൻസ്റ്റാഗ്രാം പേജ്. പൃഥ്വിരാജ് ഇപ്പൊ മെയ് 21 ലാലേട്ടന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. അതുകൂടി നമുക്ക് ജസ്റ്റ് നോക്കാം ആ പോസ്റ്റർ എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു പോസ്റ്റർ. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മുടെ എംപുരാൻ ലൂസിഫർ 2ന്റെ എംപുരാന്റെ പോസ്റ്റർ ഇറക്കി വിട്ടിട്ടുണ്ടാവും. സൂം ചെയ്ത് നോക്കിയാൽ ലാലേട്ടന്റെ ലുക്ക് ഒരു രക്ഷയില്ല. ബിക്കോസ് നമ്മുടെ ലൂസിഫറിന്റെ ലാസ്റ്റ് ക്ലൈമാക്സ് കണ്ട അതേപോലെ തന്നെ ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്ക് ആയിട്ട്, പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ടോൺ ആയിട്ടുണ്ട്, ബോഡി ഒന്ന് ടോൺ ആക്കിയിട്ടുണ്ട്. എന്താണ് മൂപ്പരുടെ പട്ടാളം, ആ ഒരു അണ്ടർവേൾഡ്, അല്ലെങ്കിൽ മൂപ്പരുടെ എന്താണ് പൃഥ്വിരാജ് ചെയ്തു വെച്ചിരിക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. സോ എന്തായാലും മൂപ്പര ചരിത്രം പറയാണ്. സോ അതിന്റെ എല്ലാ ഗെറ്റപ്പ്, ആ ഒരു പട്ടാളം, അവരുടെ സൈന്യം, അതിന്റെ പുറകിൽ 2 ആളെ തലയും കൂടി കാണിക്കുന്നുണ്ട് ലാലേട്ടന്റെ ഒപ്പരം. നല്ല ഭാഗ്യം ഉള്ള ആൾക്കാർ, ബാക്കി എല്ലാവരും തിരിഞ്ഞു നിൽക്കുന്നുണ്ട്. ഇവർ 2 ആള് മാത്രം ലാലേട്ടന്റെ ഒപ്പരം സംഭവം കാണിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ല, കട്ട വെയിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കട്ട വെയിറ്റിംഗ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട, ഖുറേഷി എബ്രഹാം. പൃഥ്വിരാജ് ഇട്ടാണ്. സോ ഇതിന്റെ ജസ്റ്റ് കമന്റ് വായിച്ചു നോക്കിയാൽ, ഖുറേഷി റവല്യൂഷൻ, മോർ ദാൻ എ കിങ്, ലെസ് ദാൻ എ ഗോഡ്, ഖുറേഷി എബ്രഹാം. ഓക്കെ, സി യു ഇൻ ഹെൽ, ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട. ഒരു രക്ഷയില്ല മോനെ, ഒരു രക്ഷയില്ല. ഖുറേഷി എബ്രഹാമിന് വേണ്ടി എത്രയോ ആൾക്കാർ വെയിറ്റിംഗ് ആണ്. ഞാനും അതേപോലെ കട്ട വെയിറ്റിംഗ് ആണ്. സോ ഒരിക്കൽ കൂടി ഹാപ്പി ബർത്ത്ഡേ ദ ലെജൻഡ്, ദ കംപ്ലീറ്റ് ആക്ടർ മോഹൻലാൽ, ആൻഡ് സൈനിങ് ഓഫ് ഗൈസ്.